നമസ്കാരം സുഹൃത്തുക്കളെ, യാത്രാസ്നേഹിയുടെ പുതിയൊരു ഇൻഫർമേഷൻ അപ്ഡേറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ കെട്ടിട നികുതി മുൻകൂർ അടച്ചാൽ നമുക്ക് ഇളവ് ലഭിക്കുമെന്നുള്ള കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങളെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ ചെയ്യുന്ന വീഡിയോസ് എല്ലാം പൊതുജനങ്ങൾക്ക് വളരെയധികം ഉപകാരമുള്ളതാണ്. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും നിങ്ങളുടെ വേണ്ടപ്പെട്ടവരിലേക്ക് ഈ ഇൻഫർമേഷൻ പാസ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ വാർഷിക വസ്തുനികുതി അടയ്ക്കാറുണ്ട് അല്ലേ, അതായത് കെട്ടിട നികുതി, ഭൂനികുതി അങ്ങനെയൊക്കെ അടയ്ക്കാറുണ്ട് അല്ലേ. അപ്പം കെട്ടിട നികുതി നമ്മൾ അടയ്ക്കുന്നത് പഞ്ചായത്തിലും ഭൂനികുതി അടയ്ക്കുന്നത് വില്ലേജ് ഓഫീസിലുമാണ് അല്ലേ. അപ്പം നമ്മൾ ഈ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട ഒരു നിയമ ഭേദഗതിയാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത്. അതേക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. സാധാരണ ഒരു സാമ്പത്തിക വർഷം എന്ന് പറഞ്ഞാൽ ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. അതായത് ഈ വർഷം ഏപ്രിൽ 1 മുതൽ അടുത്ത വർഷം മാർച്ച് 31 വരെയാണ്. എന്നാൽ നമ്മുടെ ഒരു സാധാരണ കലണ്ടർ വർഷം എങ്ങനെയാണ്? അത് ജാനുവരി 1 മുതൽ ഡിസംബർ 31 വരെയാണ് അല്ലേ. എന്നാൽ ബാങ്കുകളും മറ്റെല്ലാ ധനകാര്യ സ്ഥാപനങ്ങളും അല്ലെങ്കിൽ മറ്റ് ഗവൺമെൻറ് സ്ഥാപനങ്ങളും എല്ലാം അവരുടെ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട കലണ്ടർ തീരുമാനിക്കുന്നത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. അപ്പം നമ്മൾ ഈ കെട്ടിട നികുതി അടയ്ക്കുന്നത് പഞ്ചായത്തിലാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ സാധാരണ നമ്മൾ കെട്ടിട നികുതി എപ്പോഴാണ് അടയ്ക്കേണ്ടത്? സാധാരണ ഏപ്രിൽ 1 മുതൽ സെപ്റ്റംബർ 30 വരെയുള്ള ഒരു കാലയളവും ഒക്ടോബർ 1 മുതൽ മാർച്ച് 31 വരെയുള്ള 2 അർദ്ധവാർഷികമായിട്ടാണ് നമ്മൾ സാധാരണ കെട്ടിട നികുതി അടയ്ക്കുക. ഈ കെട്ടിട നികുതി നമ്മൾ സാധാരണ കാലാകാലങ്ങളിലൊന്നും അടയ്ക്കാറില്ല അല്ലേ. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വല്ല കൈവശാവകാശ സർട്ടിഫിക്കറ്റ് വേണം, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ് വേണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പോകുമ്പോഴായിരിക്കും നമ്മൾ കെട്ടിട നികുതി അടച്ചിട്ടില്ല എന്ന് പറയുക. ഇതെല്ലാം ക്ലബ്ബിഡാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരാവശ്യത്തിന് വേണ്ടി അവിടെ ചെല്ലുമ്പോഴാണ് അവർക്ക് നമ്മളുടെ കയ്യിൽ നിന്ന് അത് ഈടാക്കാൻ കഴിയുക അല്ലേ. സാധാരണ നമ്മൾ പോയി അടച്ചില്ലെങ്കിൽ. അപ്പം അങ്ങനെ അടയ്ക്കാത്ത സാഹചര്യങ്ങളിലാണ് നമ്മളൊരു ആവശ്യത്തിനായി പോകുമ്പോൾ അവർ നമ്മളെ കൊണ്ട് നമ്മുടെ പെൻഡിങ് ആയ നികുതികളെല്ലാം അടപ്പിക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ വൈകി അടയ്ക്കുന്നത് കൊണ്ട് തന്നെ ആ സമയത്തുള്ള പഞ്ചായത്തിൻ്റെ ചെലവ് കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നത് നമ്മൾ അടയ്ക്കുന്ന നികുതിയിൽ നിന്നാണ്. അതെല്ലാവർക്കും അറിയാമല്ലോ. നമ്മളെല്ലാവരും പറയാറില്ലേ, നമ്മുടെ നികുതി പണമാണ് അവർ ഉപയോഗിക്കണം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. അപ്പം നമ്മുടെ നികുതി പണം കൊണ്ടാണ് പഞ്ചായത്തിൻ്റെ എല്ലാ ദൈനംദിന ചെലവ് കാര്യങ്ങളും നടന്നു പോകുന്നത്. അപ്പം നമ്മൾ അത് അടയ്ക്കാൻ വൈകുമ്പം പഞ്ചായത്തിൻ്റെ ദൈനംദിന ചെലവ് കാര്യങ്ങളെല്ലാം നടക്കാൻ വൈകുന്നത് കൊണ്ട് തന്നെ അവർ പുതിയൊരു നിയമ ഭേദഗതി കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അടുത്ത വർഷം ഏപ്രിൽ 1 മുതലാണ് അത് പ്രാബല്യത്തിൽ വരുന്നത്. അതേക്കുറിച്ച് ഞാൻ വിശദമായി പറയാം. പഞ്ചായത്തുകളിലേക്കും മുനിസിപ്പാലിറ്റികളിലേക്കും നമ്മൾ വാർഷിക വസ്തുനികുതി അല്ലെങ്കിൽ കെട്ടിട നികുതി സാമ്പത്തിക വർഷത്തിൻ്റെ ആദ്യ മാസമായ ഏപ്രിലിലെ 30-ാം തീയതിക്ക് അകം തന്നെ നമ്മൾ അടയ്ക്കുവാണെങ്കിൽ 5% അതിൽ ഡിസ്കൗണ്ട് തരും എന്നാണ് പുതിയ നിയമ ഭേദഗതി വരാൻ പോകുന്നത്. അത് ഏപ്രിൽ 1 മുതൽ അടുത്ത വർഷം ഏപ്രിൽ 1 മുതലാണ് പ്രാബല്യത്തിൽ വരുന്നത്. അതിനുവേണ്ടി പഞ്ചായത്ത് രാജ് ആക്ടിലെയും അതുപോലെ മുനിസിപ്പാലിറ്റി ആക്ടിലെയും വസ്തുനികുതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. ഒരു വർഷത്തെ നികുതി തുക ഒന്നിച്ചടയ്ക്കണം എന്നല്ല ഉദ്ദേശിക്കുന്നത്. 2 അർദ്ധവാർഷികമായിട്ടാണ് നമ്മളുടെ നികുതി ഈടാക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലാവധിയിലെ നികുതി തുക ഏപ്രിൽ 30-നകവും ഒക്ടോബർ മുതൽ മാർച്ച് 31 വരെയുള്ള നികുതി തുക ഒക്ടോബർ 31-നകവും അടയ്ക്കുന്നവർക്കാണ് 5% വരെ ഡിസ്കൗണ്ട് ലഭിക്കുന്നത്. നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കുക എന്നതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുക എന്നതും അല്ലേ. അപ്പം നമ്മളെല്ലാവരും കറക്റ്റായ നികുതി പാലകരാവുക. അതുകൂടാതെ ഇതിൽ നിന്നുള്ള ഡിസ്കൗണ്ട് സംവിധാനങ്ങൾ നേടിയെടുക്കുകയും ചെയ്യുക. ഈ വിവരം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടോ സുഹൃത്തുക്കളെ? തീർച്ചയായും ഉപകാരപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കണേ. അതുകൂടാതെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കല്ലേ. അപ്പം വീണ്ടും നല്ലൊരു അപ്ഡേറ്റഡ് ഇൻഫർമേഷനുമായി കാണാം. യാത്രാസ്നേഹി സൈനിങ് ഔട്ട്. ബൈ.